കൂർഗിൽ നിന്നും വയനാട്ടിലേക്കുള്ള യാത്രയാണിത്. വയനാട്ടിലെത്തിയാൽ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്നവരുടെ തിരക്കാണിത്. ഇത് വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര്. ഒരു കുന്നിന്മേൽ 25 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രം ഗോത്ര ജനതയുടെ പൈതൃകത്തെയും ജീവിത ശൈലിയെയും കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവസരം നൽകുന്നു. ഗോത്ര കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും ഒരു വേദിയുണ്ട്. ഗോത്ര കലാരൂപങ്ങൾ, ഗോത്ര പക്ഷിമേള, കലാമേള എന്നിവ കേന്ദ്രത്തിൽ അരങ്ങേറുന്നു. ഗോത്ര കരകൗശല വിദഗ്ധരുടെ സുവനീറുകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന സ്റ്റാളുകൾ, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ ഈ മനോഹരമായ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഗോത്രജനതയ്ക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് സ്ഥിരമായ ഒരു വിപണിയുണ്ട്. ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത ആദിവാസി കുടിലുകളുടെ ഒരു കൂട്ടം ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ടൂറിസം, പട്ടികവർഗ വികസന വകുപ്പുകളുടെ സംയുക്ത സംരംഭമായ ഈ ഗ്രാമം ഭക്ഷ്യ സംസ്കരണത്തിലും മറ്റനുബന്ധ മേഖലകളിലും പരമ്പരാഗത അറിവ് സംരക്ഷിക്കുന്നതിലും ജൈവ കൃഷിയിൽ പരിശീലനം നേടുന്നതിലും മുൻകൈയെടുക്കുന്നു. നിരവധി ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ കേന്ദ്രം വഴിയൊരുക്കി. 2020 ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി 2022 സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. കേരളത്തിന്റെ ഹെറിറ്റേജ് ടൂറിസം ഹബ്ബായി വയനാട് മാറുകയാണ്. കഫറ്റേരിയയിലെ ടേബിളിൽ ചേമ്പും ചേനയും കാച്ചിലും മുളക് ചമ്മന്തിയും ചേർന്ന കോംബോ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ പിന്നെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എത്തിയ മഴ എന്നൂരിനെ കൂടുതൽ മനോഹരമാക്കി. തിരിച്ചു പോകുന്ന വഴിക്ക് വയനാട്ടിലെ ആദിവാസി നേതാവായ കരിന്തണ്ടന്റെ പ്രതിമ കണ്ടു. ബ്രിട്ടീഷുകാർ വ്യാപാരത്തിനായി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഒരു പുതിയ പാത തേടിയെങ്കിലും ഇടതൂർന്ന വനത്തിലൂടെ ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കരിന്തണ്ടൻ അവരെ നയിക്കുകയും താമരശ്ശേരി പാത കണ്ടെത്തുകയും ചെയ്തു. കരിന്തണ്ടന്റെ ആത്മാവ് ബന്ധിച്ചിരിക്കുന്നതായി പറയപ്പെടുന്ന ഈ ആൽമരം ചങ്ങലമരം എന്നറിയപ്പെടുന്നു. താമരശ്ശേരി ചുരം മനുഷ്യരും കുരങ്ങന്മാരും കൈയടക്കിയിരിക്കുന്നു.